ഞാനിപ്പോൾ നൈറ്റിലെ സ്കിൻ കെയർ ആണ് കാണിക്കുന്നത്. എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. പകലും രാത്രിയും മറക്കാതെ നമ്മൾ സ്കിൻ കെയർ ചെയ്യണം. ചുളിവുകൾ, ചെറിയ ചെറിയ പാടുകൾ, ഇതെല്ലാം നമുക്ക് ഒരു പരിധിവരെ പിടിച്ചു നിർത്താൻ സാധിക്കും. ആൻറ്റി ഏജിന് ഏറ്റവും നല്ല പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒലയുടെ ബ്രാൻഡാണ്. ഇപ്പോൾ 40 വയസ്സിന് ശേഷം ആൻറ്റി ഏജ് ചെയ്യുന്ന സ്ത്രീകൾക്ക് ഏറ്റവും നല്ല ക്രീമുകളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒലയുടെ ക്രീമുകളാണ്. അതാണ് ഞാൻ നിങ്ങൾക്ക് സജഷൻ ചെയ്യുന്നത്. ഞാനിപ്പോൾ കിച്ചണിലെ വർക്കെല്ലാം തീർത്ത് സമയം ഇപ്പോൾ ഏകദേശം 6 മണി കഴിഞ്ഞ്. അപ്പോൾ ഈ പ്രകാശമൊക്കെ വെട്ടം പോകുന്നതിന് മുമ്പായിട്ട് ഇത് നിങ്ങളെ പരിചയപ്പെടുത്താമെന്നാണ് ഞാൻ വിചാരിച്ചത്. ആൻറ്റി ഏജിന് റെറ്റിനോളാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാലോ. റെറ്റിനോളാണ് നമ്മുടെ ചുളിവുകളെല്ലാം നിവർത്താനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പവർ കുറഞ്ഞ റെറ്റിനോളാണ് ആദ്യം യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ തുടക്കക്കാർക്ക് റെറ്റിനോളിൻ്റെ കോൺസെൻട്രേഷൻ അഥവാ കുറഞ്ഞ അളവ് വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കാവൂ. റെറ്റിനോൾ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് അല്പം എടുത്ത് പാച്ച് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. അല്പം ഇവിടെ എവിടെയെങ്കിലും ഒന്ന് തേച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാവരുടെയും ചർമ്മം ഒരുപോലത്തെ അല്ലാത്തതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. വെച്ചാൽ എന്തെങ്കിലും റിയാക്ഷനുള്ള ചർമ്മമാണോ എന്നറിയാനാണ്. സ്കിന്നിന് ഞാൻ ആദ്യമായിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്തതുകൊണ്ട് എനിക്ക് അത് എൻ്റെ സ്കിന്നിന് പ്രശ്നമില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ദിവസവും നമുക്ക് ഇടവിട്ട് ഇത് ചെയ്താൽ മതി. തിങ്കളാഴ്ചയാണെങ്കിൽ ചൊവ്വാഴ്ച ദിവസം കഴിഞ്ഞ് ബുധനാഴ്ച പിന്നെ ചെയ്താൽ മതി. ഇങ്ങനെ ഒരു 2 മാസം ചെയ്ത് കഴിയുമ്പോൾ റെറ്റിനോൾ നമ്മളുടെ സ്കിന്നായിട്ട് പൊരുത്തപ്പെടും. അപ്പോൾ ഒലയുടെ 3 പ്രൊഡക്റ്റുകളാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. കണ്ടല്ലോ, ഇതാണ് ഒരു പ്രോഡക്റ്റ്. ഇതാണ് ഒലയുടെ പ്രോഡക്റ്റ്. ഇതിനിപ്പോൾ അങ്ങനെ വലിയ സ്മെല്ലുകളൊന്നുമില്ല. അപ്പോൾ ഇത് സ്മെല്ലൊക്കെ കേൾക്കുമ്പോൾ അലർജി ഉള്ളവർ ഒക്കെ ഉണ്ടെങ്കിൽ അത് പേടിക്കേണ്ട പ്രശ്നമില്ല. കാരണം ഇതിന് സ്മെല്ലുകളൊന്നും വലുതായിട്ടില്ല. ഇതൊരു ക്രീം റെറ്റിനോളാണ്. എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു തരാം. ഞാനിതിൽ നിന്ന് അല്പം ഞാൻ എടുക്കുക. ഇതാ കണ്ടല്ലോ, നല്ല തിളക്കം കാണുന്നുണ്ടാവും നിങ്ങൾ. ഇതാ ഒലയുടെ എല്ലാ ക്രീമുകളും നല്ല ഹൈഡ്രേറ്റിക് ആണ്. ഇതായിപ്പോൾ നല്ല ഗ്ലേസിങ് ഉണ്ട്, നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടാവും. ഞാൻ നേരത്തെ കാണിച്ച ഒലയുടെ ഡേ ക്രീമിലും ഇതുപോലെ നല്ല ഗ്ലേസിങ് ഉണ്ട്. ഡേ പുരട്ടുന്ന ക്രീമിൽ റെറ്റിനോളില്ല, നൈറ്റ് പുരട്ടുന്ന ക്രീമിൽ റെറ്റിനോളുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ചെറിയ പാക്കാണ്, ചെറിയ വിലയേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു ഗ്ലാസ് ടൈപ്പുള്ള ഒരു ബോട്ടിലാണ്. ഇതിപ്പം കൈ പിടിക്കുമ്പോൾ അല്പം വെയിറ്റ് ഒക്കെ ഉണ്ട്. ഇതിന് അല്പം വില കൂടുതലാണ്. 1000 റുപ്പീസ്, അതായത് 1000 രൂപ വിലയുണ്ട്. ഇത് ക്രീമാണെങ്കിൽ ഇത് ലിക്വിഡാണ്. ഇത് സിറമാണ്. ഇത് ബോട്ടിലിൽ ഈ ചെറിയ ഡപ്പക്കകത്തുള്ളത് ക്രീമാണ്. എന്നാൽ രണ്ടിൻ്റെയും ഗുണങ്ങൾ ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ബോട്ടിൽ ലിക്വിഡായിട്ടാണ്. അതാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ അത് വാങ്ങിക്കാം. ഇല്ല ക്രീമായിട്ട് ചെറുത് മതിയെങ്കിൽ ഇത് വാങ്ങിക്കാം. അപ്പോൾ ഞാനിപ്പോൾ 3ാമത്തെ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുകയാണ്. ഇത് 7 in 1. അപ്പോൾ ഇത് 7 in 1 നമ്മുടെ മുഖത്തെ 7 പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ക്രീമും ലിക്വിഡും ചേർന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ ഞാൻ ഈ കാണിച്ച ഈ 3 പ്രൊഡക്റ്റുകളിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എല്ലാത്തിനും ഒരേ ഫലം തന്നെയാണ്. വിലക്കുറവിലുള്ള ഈ ചെറിയ ബോട്ടിലെ ക്രീമാണ് ഇന്നിപ്പോൾ ഉപയോഗിച്ച് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മുടി ഒന്ന്
ഒതുക്കി വെക്കാനായിട്ട് ഈ ഒരു ബാൻഡ് കെട്ടണേ. അപ്പോൾ ഞാൻ ഒരു ബാൻഡ് ഇട്ട് മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് ഇനി മുഖത്ത് അപ്ലൈ ചെയ്ത് കാണിക്കാം. ബാൻഡിട്ട് മുടിയൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് അപ്പോൾ ഇനി നമുക്ക് സ്കിൻ കെയർ തുടങ്ങാം. രാവിലെ രാത്രിയൊന്നും സെപ്പറേറ്റ് ഫേസ് വാഷ് ഒന്നും വേണ്ട, ഏതെങ്കിലും ഒരെണ്ണം മതി. ഞാനിപ്പോൾ ഇത് ഇവിടെ ഉപയോഗിക്കുന്നത് ഇതാണ്, മിനിമൽസിൻ്റെ ഓട്സ് ക്ലെൻസറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഏതായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ അവർ ചിന്തിക്കുന്നുണ്ടാവും ഈ ഫേസ് വാഷിൻ്റെ അകത്ത് എന്താണ് ഇൻഗ്രീഡിയൻസ് ഉള്ളതെന്ന്. ഓട്സും ഹൈലറോണിക് ആസിഡുമാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫേസ് വാഷിൽ നിന്ന് തുടങ്ങാം. മെഴുക്കും പോകാനായിട്ട് ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം. അധികം പതയൊന്നും വരില്ല, ഇതിങ്ങനെ ജെന്റിലായതുകൊണ്ട്. ഇനി നമുക്ക് കഴുകിക്കളയാം. ഞാനിപ്പോൾ മുഖം വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ദാ എൻ്റെ മുഖത്തെ ചർമ്മം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് ഈ പ്രൊഡക്റ്റിനോട് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതൊരു പ്രാവശ്യം പുരട്ടി കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അതിൻ്റെ മാറ്റം. നല്ല ഗ്ലോ ഉണ്ടാകും. ദാ സ്കിന്നെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ദാ എൻ്റെ മുഖം ഞാൻ ഫേസ് വാഷ് ഇട്ട് കഴുകി കഴിഞ്ഞു. ഈ പ്രൊഡക്റ്റിനോട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് കഴുകി കഴിയുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. നല്ല സോഫ്റ്റ്നെസ്സാണ്. ദാ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ചർമ്മം. നമ്മളെപ്പോഴും സ്കിന്ന് ഒരുപാട് ഡ്രൈ ആക്കാത്ത ഫേസ് വാഷ് വേണം ഉപയോഗിക്കാനായിട്ട്. അതുപോലെ മുഖത്ത് സോപ്പൊന്നും നമ്മൾ യാതൊരു കാരണവശാലും ഉപയോഗിക്കരുത്. ജെന്റിൽ ക്ലെൻസറുകൾ ഉപയോഗിക്കുക. അപ്പോൾ ഞാനിനി മുഖത്ത് ഒരു മോയ്സ്ചറൈസ് ആണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ പേര് ബേരിയർ ക്രീം എന്നാണ്. ഇത് മിനിമലിസ്റ്റിൻ്റെ ബ്രാൻഡാണ്. ഞാനിന്നിവിടെ കാണിക്കുന്നത് മിനിമലിസ്റ്റിൻ്റെ പ്രൊഡക്റ്റുകളാണ്. മിനിമലിസ്റ്റിൻ്റെ പ്രൊഡക്റ്റുകൾ ഇന്ത്യൻ ഉൽപ്പന്നമാണ്. എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിളും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടതും മിനിമൽസിൻ്റെ ഈ ബ്രാൻഡാണ്. റെറ്റിനോൾ ഇടുന്നതിന് മുമ്പ് ഞാൻ അല്പം ഈ ക്രീം ബേരിയർ ഇടാറുണ്ട്. നമ്മുടെ ഈ പ്രായത്ത് സെറമൈഡ് ഇടുകയാണെങ്കിൽ നമ്മുടെ മുഖത്ത് ചർമ്മം നല്ല സോഫ്റ്റായിട്ടും നല്ല ഒരു മയമുള്ള ചർമ്മമായിട്ടും ഇരിക്കും. നമ്മുടെ ചർമ്മത്തിനെ നല്ല സോഫ്റ്റായിട്ടും ഡ്രൈ ആക്കാതെ നല്ല ഈർപ്പം നിലനിർത്താനായിട്ട് ഈ ക്രീം ഉപകരിക്കും. നമ്മുടെ ഈ പ്രായത്തിലെ മുഖത്തെ സ്കിന്നിനെ ഡ്രൈ ആക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണമെങ്കിൽ ഈ ക്രീമാണ് ഏറ്റവും ഉപകാരപ്രദം. അപ്പം ഞാനിത് ഉപയോഗിച്ച് കാണിക്കാം. അപ്പോൾ ബേരിയർ ക്രീം ഇട്ടതിന് ശേഷം ഞാനിനി റെറ്റിനോൾ ഇടുന്നതാണ്. റെറ്റിനോൾ വളരെ കുറച്ച് മുഖത്ത് അപ്ലൈ ചെയ്താൽ മതി. കുറച്ച് ഇതെടുക്കാവൂ, ഏകദേശം ഒരു പീനട്ടിൻ്റെ അത്രയും വലിപ്പത്തിൽ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാം. കണ്ണിൻ്റെ അടിയിൽ യാതൊരു കാരണവശാലും നമ്മൾ ഇടരുത്. ഇതാ എല്ലായിടത്തും ചെറിയ ചെറിയ ഡ്രോപ്പായിട്ട് കൊടുക്കുക. ചുളിവുകളുള്ള സ്ഥലങ്ങളിൽ നമുക്കിത് പുരട്ടാം.
പ്രത്യേകിച്ചും കണ്ണിൻ്റെ അടിയിൽ നമ്മളിത് ഇടരുത്. ചുളിവുകൾ ഏറെയുള്ള സ്ഥലത്ത് നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ കാണിച്ച അളവിൽ മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. ഒരുവിധം 50 വയസ്സിന് ശേഷമുള്ള ഒരുവിധം സ്ത്രീകൾക്കെല്ലാം നമുക്ക് കണ്ണിൻ്റെ അടിയിൽ കറുപ്പ് പാട് കാണാറുണ്ട്. കൂടുതലും ചുളിവുകളും ഉണ്ടാകാറുണ്ട്. അത് കൂടുതലും ഉറക്കക്കുറവിൻ്റെയും കൂടിയാണ്. 50 വയസ്സിന് ശേഷം ഒരുവിധ സ്ത്രീകളിലെല്ലാം കണ്ണിൻ്റെ അടിയിൽ കറുപ്പ് നിറം ഉണ്ടാകാറുണ്ട് അല്ലേ? എനിക്കും കുറച്ച് ഉണ്ടാകാറുണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉറക്കം വളരെ ലേറ്റായിട്ടാണ് ഉണ്ടാകാറ്. ഞാൻ റെറ്റിനോളാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് വേറൊരു റെറ്റിനോളാണ്. അപ്പോൾ ഇത് കൊറിയൻ പ്രൊഡക്റ്റാണ്. ഇത് കണ്ണിൻ്റെ അടിയിൽ മാത്രം അപ്ലൈ ചെയ്യാനുള്ള ക്രീമാണ്. ഈ കൊറിയക്കാരുടെ പ്രൊഡക്റ്റെല്ലാം നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം. അപ്പോൾ കണ്ണിൻ്റെ അടിയിൽ ഉപയോഗിക്കുന്ന ക്രീം ഇതാണ്, ബ്യൂട്ടി ഓഫ് ജോസൻ. ഇതിൻ്റെ പേര് ബ്യൂട്ടി ഓഫ് ജോസൻ. ഇതിൻ്റെ സൺസ്ക്രീം ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ഇത് നല്ലൊരു ബ്രാൻഡാണ്, വിശ്വസിച്ച് മേടിക്കാം. ഇതാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ മോളും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. വില അല്പം കൂടുതലാണെങ്കിലും ഇത് വീട്ടിലുള്ള എല്ലാവർക്കും ഉപയോഗിക്കാം. ഇപ്പോൾ ഞാനും മകളും കൂടി ഷെയർ ചെയ്താണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾക്ക് രണ്ടുപേർക്കും കൂടി ഷെയർ ചെയ്ത് വാങ്ങിക്കുകയും ചെയ്യാം. പിന്നെ പ്രത്യേകിച്ച് ഈ പ്രൊഡക്റ്റ് 25 വയസ്സിന് ശേഷമുള്ളവർക്കും കണ്ണിൻ്റെ അടിയിൽ ഉപയോഗിക്കാവുന്നതാണ്. 25 വയസ്സിന് ശേഷമുള്ളവർ മാത്രം ഉപയോഗിക്കാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ പ്രായം ചെല്ലുന്തോറുള്ള സ്കിന്നുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ആണ് ഞാൻ പ്രത്യേകിച്ച് തുടങ്ങി പറയുന്നത്. നമുക്ക് ഏജ് അധികമാകും തോറും കണ്ണിൻ്റെ അടിയിലുള്ള കറുത്ത പാടുകളും ചുളിവുകളും എല്ലാം നമുക്ക് ഇത് ഉപയോഗിച്ചാൽ മാറാവുന്നതാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് പ്രായം ചെല്ലുന്തോറും കണ്ണിൻ്റെ അടിയിലുള്ള ചുളിവുകൾ, പാടുകൾ ഇതെല്ലാം ഈ ക്രീം പുരട്ടിയതിന് ശേഷം എനിക്ക് നല്ല മാറ്റമുണ്ട്. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്യുകയാണ്. ഇതാ ഇതുപോലെ ഒരു ഇങ്ങനെ പമ്പുണ്ട്. ഇതാ ഒരു കടുകിൻ്റെ വലിപ്പത്തിൽ നമ്മളിത് എടുക്കാവൂ. ഒരു കടുകിൻ്റെ വലിപ്പത്തിൽ നമ്മളിത് എടുത്താൽ മതി. അതിങ്ങനെ പ്രസ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. നമുക്ക് കണ്ണിൻ്റെ ഇടയിൽ കറുപ്പ് നിറമുള്ള ഇടത്തല്ല ഇത് പുരട്ടി കൊടുക്കാം. ചുളിവുകളുള്ളിടത്തും ഇത് നമുക്ക് പുരട്ടി കൊടുക്കാം. രാത്രി ഞാൻ ഈ ഒരു ലിപ് ബാമാണ് ഉപയോഗിക്കുന്നത്, വിഷ് കെയറിൻ്റെ ലിപ് ബാം. ഞാനിത് ഓപ്പൺ ചെയ്യുകയാണ്. ഇതിൽ കോജിക് ആസിഡ് ഉള്ളതുകൊണ്ട് ചുണ്ടിൻ്റെ കറുപ്പ് നിറം നന്നായിട്ട് കുറയ്ക്കും. എല്ലാ നൈറ്റും ഞാനിത് കിടക്കാൻ നേരം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്കിൻ കെയർ നൈറ്റിൻ്റെ പൂർത്തിയായി. ഏകദേശം രാത്രിയായി തുടങ്ങി, സൂര്യനൊക്കെ അസ്തമിച്ച് തുടങ്ങി. അപ്പോൾ എൻ്റെ നൈറ്റ് റുട്ടീൻ ഇത്രയൊക്കെയാണ്. നിങ്ങൾ കണ്ടുവല്ലോ. പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്കിൻ കെയർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയണമെന്നും നൈറ്റിലെ സ്കിൻ കെയറും കാണിക്കണമെന്ന്. ഞാൻ അതാണ് ഇവിടെ കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.
ബെല്ലൈക്കണും പ്രസ് ചെയ്യണം. എന്നാലേ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ ലഭിക്കുകയുള്ളൂ. അപ്പോൾ 50 വയസ്സ് കഴിഞ്ഞ എൻ്റെ നൈറ്റ് റുട്ടീനാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയുമായിട്ട് ഞാൻ വരുന്നതാണ്. ശുഭരാത്രി.